To go back, I have to go back some more. I forgot to mention some of the stuff. ഞാൻ വളർന്നു വരുന്ന കാലത്ത് ലേറ്റ് 40s ഉള്ള ചില കാര്യങ്ങളൊക്കെ പ്രൈമറി സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ആദ്യം ആശാമ്പള്ളിക്കുട്ടിലാണ് പഠിക്കുന്നത്. ആശാമ്പള്ളിക്കുട്ടി പഠിക്കുമ്പോൾ ഞാൻ ആദ്യത്തെ മൂത്ത പെപ്പച്ചായതുകൊണ്ട് എന്നെ ഇച്ചിരി കൊഞ്ചിച്ചാണ് വളർത്തിയത്. ആശാൻ്റെ അടുത്ത് പോകുമ്പോൾ ആശാൻ ശരിക്കും ഉടനെ അക്ഷരം എഴുതിയില്ലെങ്കിൽ തല്ലുമായിരുന്നു. ഒരു ദിവസം തല്ലിയെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ പോയ അമ്മയാണ് കൂടുതൽ എന്നെ ഇതാക്കുന്നത്. അമ്മയും അപ്പച്ചനും കൂടെ പിന്നെ പറഞ്ഞു, എന്നാൽ നീ ആശാമ്പള്ളിക്കുട്ടി പോകണ്ട. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് ആശാമ്പള്ളിക്കുട്ടി പോകാതെ അതിന് രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ അക്ഷരങ്ങളൊക്കെ സ്കൂളിൽ പോയാണ് പഠിച്ചത്. പിന്നെ എൻ്റെ സഹോദരങ്ങളൊക്കെ ആണെങ്കിലും എല്ലാവരുമൊക്കെ സാമാന്യ ആവറേജ്, എല്ലാവരുമൊക്കെ മിടുക്കരാണ്, പഠിക്കാനും എടുക്കാനും ഒക്കെ അങ്ങനെയൊക്കെ വായി. ഏറ്റവും മൂത്ത സഹോദരൻ്റെ പേര് തങ്കച്ചൻ, മറ്റേ ഫിലിപ്പോസ് എന്നാണ് മറ്റേ ഒറിജിനൽ പേര്. പുള്ളിക്കാരന് ഒരു ബിസിനസ്സുകാരനൊക്കെ ആയിരുന്നു. പുള്ളിക്കാരൻ കല്യാണം കഴിച്ചു, 3-4 പിള്ളേരുണ്ട്. അവരൊക്കെ ഇവിടെ ഉണ്ട് ഇപ്പോൾ. അവരൊക്കെ വിഷമമായിട്ടൊക്കെ കഴിയുന്നു. പിന്നെ അതിൻ്റെ ഇളയ ആളിൻ്റെ പേര് ജോർജ് എന്നാണ്. പുള്ളിക്കാരന് സ്പോർട്സിന് ഭയങ്കര മിടുക്കനായിരുന്നു. അവിടെ ഈ സ്കൂളിൽ ഹൈസ്കൂളിൽ ഏത് സ്പോർട്സ് ഉണ്ടെങ്കിലും പുള്ളി ജയിക്കുമായിരുന്നു. പക്ഷെ പഠിക്കാൻ അത്ര വലിയ ഇതില്ലായിരുന്നു, ആവറേജ് ഒരുവിധമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എനിവേ പിന്നെ പുള്ളിക്കാരൻ പോലീസിൽ ചേർന്നു അവസാനം. അങ്ങനെയാണ് പിന്നെ പുള്ളിക്കാരൻ ജീവിച്ചത്. അവർക്ക് 4 പിള്ളേരുണ്ട്. എല്ലാവരും ഒക്കെ ക്ഷമമായിട്ടൊക്കെ കഴിയുറച്ച് പാസ്റ്റ് ഡേ ഈസ്മിത്തലോ തങ്കച്ചൻ ഞാനും ഇസ്കോൺ. ആൻഡ് അതിൻ്റെ ഇളയൻ്റെ പേര് ബേബി അല്ലെങ്കിൽ സ്കറിയ വർഗീസ്. പുള്ളിക്കാരന് പിന്നെ പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു. ഒക്കെ അധികം കോളേജിലൊന്നും അധികം നാളൊന്നും പോയൊന്നുമില്ല. എനിവേ അവിടെ റബ്ബർ ബോർഡിലൊക്കെ ജോലി കിട്ടി. അവിടെ ആദ്യത്തെ ജോലി അവിടെയായിരുന്നു. പുള്ളിക്കാരൻ്റെ വൈഫ് സ്കൂൾ ടീച്ചറായിരുന്നു. പേര് കുഞ്ഞുമോള്. അവർക്ക് 2 പിള്ളേരുണ്ട്. അവരൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ബേബിച്ചതിന് ക്യാൻസർ എല്ലാം പിന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്ന് ഇവിടെ ഡാളസിൽ വെച്ച് പിന്നെ ദിവസങ്ങളിലേക്ക് പോയി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞുള്ള ആളാണ് ഞാൻ പറഞ്ഞില്ല. ഞാനൊരു ഡിഫറൻ്റ് ആയിരുന്നു. അത് വേണം ഇത് വേണം അതുകൊണ്ട് നല്ല ജീവിതം നയിക്കണം, എപ്പോഴും നല്ല ടോപ്പ് പോകണം. ചെറുപ്പം തൊട്ട് അങ്ങനെയായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിൽ ആ കാലത്ത് ഏർലി 50s ജീവിത രീതി എല്ലാവർക്കും അറിയാമല്ലോ. നേരം എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ഒന്നും കിട്ടിയല്ല. ഡിഫിക്കൽട്ടീസൊക്കെ ഉണ്ടായിരുന്നാലും വലിയ ഡിഫിക്കൽട്ടി അന്നൊക്കെ ഉള്ള ആൾക്കാർ കഴിയുന്നു. അത്രയൊന്നും ഡിഫിക്കൽട്ടി ഒന്നുമില്ല. എനിക്ക് ജീവിക്കാൻ ആവശ്യമുള്ളതൊക്കെ ദൈവം തന്നെ. അതുപോലെ ആ ഒരു ഹോസ്പിറ്റലിൽ പോവുകയും അവിടെ ഞാനൊരു നേഴ്സ് പേഷ്യനോട് ഇടപെടുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിന് ഒത്തിരി പ്രയാസം ഉണ്ടായിരുന്നു. അന്ന് ആ ചെറുപ്പത്തിൽ 10-12 വയസ്സുള്ളപ്പോൾ തീരുമാനിച്ചു എനിക്ക് നേഴ്സിങ്ങിന് പോകാൻ. ദൈവം അനുവദിച്ചെങ്കിൽ പോകണമെന്നുള്ളത്. അങ്ങനെയൊക്കെ ജീവിച്ച് വരുമ്പോഴാണ് പിന്നെ ഹൈസ്കൂളൊക്കെ പാസ്സായി. അങ്ങനെ അന്നത്തെ ചില ടീച്ചേഴ്സിൻ്റെ ഒക്കെ പേര് ഞാൻ ഓർക്കുന്നുണ്ട്. മാത്യു സാർ, അങ്ങേര് വാഴൂരിൽ നിന്ന് വരുന്ന ഒരാളായിരുന്നു. ഒരു ജോസഫ് സാറ്, അത് സയൻസ് പഠിപ്പിക്കുന്ന സാറായിരുന്നു. പിന്നെ മാത്ത് പഠിപ്പിക്കുന്ന, പിന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ഏലിയാമ്മ ടീച്ചർ, അവരുടെ അച്ഛൻ്റെ മകളായിരുന്നു. ഒരു അച്ഛൻ്റെ വൈഫായിരുന്നു മകളായിരുന്നു. ഞാൻ MGM ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അത് പാമ്പാടില്ല, മാനേജ്മെൻറ്റ് സ്കൂൾ, പ്രൈവറ്റ് സ്കൂളാണ്. പിന്നെ സ്കറിയ സാറ്, അത് 2 സ്കറിയ സാറുണ്ട്. ഒരു ഉണ്ട സ്കറിയ സാറിനും മറ്റേ നീളമുള്ള സ്കറിയ സാറിനൊക്കെ ഞങ്ങൾ പേര് വിളിച്ച്. ഒരു ഉണ്ടല്ലോ പിള്ളേരുടെ കളിയല്ലേ, അന്നേരം കളിക്കുക പിടിക്കുക. സ്പോർട്സിലൊക്കെ കൂടുമ്പോൾ സ്പോർട്സിനൊന്നും അത്ര വലിയ എൻ്റെ ആങ്ങളെ പോലുള്ള മിടുക്ക് ഞങ്ങൾക്ക് ആർക്കുമില്ലായിരുന്നു. ഒക്കെ കൂടുകയും ഇടിക്കുകയും കളിച്ചുമൊക്കെ നടന്നു. എനിവേ അങ്ങനെ ഹൈസ്കൂളൊക്കെ പാസ്സായ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞു. പിന്നെ എൻ്റെ എൻ്റെ ഇളയ 2 സിസ്റ്റേഴ്സ് ഉണ്ട്. ഒന്ന് പിന്നെ സൂസി എന്ന് വിളിക്കുന്നു. അവളെ ഇവിടെ ഉണ്ട്. പിന്നെ ഹൈസ്കൂളൊക്കെ കഴിഞ്ഞു, പഠിച്ചു. അവിടെയൊക്കെ കല്യാണം നേരത്തെ കഴിഞ്ഞു. നാട്ടിലെ കാര്യമെല്ലാം ചെറുപ്പത്തിലെ കല്യാണം കഴിപ്പിക്കണം. ചെറുപ്പത്തിലെ കല്യാണം കഴിഞ്ഞു. 3-4 പിള്ളേരുണ്ട്. അവരൊക്കെ ദേ ഓൾ സെറ്റിൽഡ് ഫിഗറിനാണ്. അതിൻ്റെ ഇളയത് പിന്നെ സൂസൻ എന്ന് പറയും, അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞമ്മയെന്ന് ഞങ്ങൾ പറഞ്ഞു.
പുള്ളിക്കാരി കല്യാണമൊക്കെ ചെറുപ്പത്തിലെ പഠിച്ചു എല്ലാം കഴിഞ്ഞ് അവരൊക്കെ ടൈപ്പിങ്ങും അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പഠിച്ചുള്ളൂ. അധികമൊന്നും കോളേജിലൊന്നും അധികം നാളൊന്നും പോയില്ല. അത് ചെറുപ്പത്തിലെ കല്യാണവും കഴിച്ചു. അവർക്ക് 3 പിള്ളേരുണ്ട്. അവർ സെറ്റിൽഡ് ഓഫ് ഹിയർ. പിന്നെ ഏറ്റവും ഇളയ ബ്രദറിൻ്റെ പേര് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്ന കുഞ്ഞുകുട്ടി എന്നാണ്. പക്ഷേ ഇവിടെ വന്ന് പുള്ളിക്ക് ആ പേര് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ജോൺ വർഗീസ് എന്ന്, ജോണെന്ന് ഫസ്റ്റ് നെയിം അങ്ങാക്കി. ജോൺ വർഗീസാണ് ഞങ്ങളുടെ ലാസ്റ്റ് നെയിം. വർഗീസ് എന്നുണ്ട്. അവർ പിന്നെ പഠിക്കാനൊക്കെ വലിയ മിടുക്കല്ലേലും മിടുക്കരൊക്കെ ആയിരുന്നു. കോളേജെല്ലാം കഴിഞ്ഞ് CMS കോളേജിലാണ് പഠിച്ചത്. എല്ലാം കഴിഞ്ഞ് പിന്നെ ഇവിടെ വരാൻ ഒത്തു. കല്യാണം കഴിച്ചു. അവർക്ക് 3 പിള്ളേരുണ്ട്. അവരിവിടെ സെറ്റിലായിട്ടുണ്ട്. വളരെ പ്രയർ ഓഫ് മേൻ. എൻ്റെ പ്രദേശം എല്ലാവരും എനിക്ക് പറയാനും സന്തോഷിക്കാനുള്ള എല്ലാവരും അവർ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവരാണ്. അതിൽ വളരെ സന്തോഷമുണ്ട്. അവരിവിടെ സെറ്റിലായിട്ടുണ്ട്. പിന്നെ ആ കാലത്ത് കോട്ടയത്തിനൊക്കെ പോകുന്നത് യാത്രകളൊക്കെ അന്നത്തെ യാത്ര വലിയ ഞങ്ങൾ ഈ സ്കൂളിലൊക്കെ പോകുന്നത്, ഞാൻ ആലമ്പള്ളി സ്കൂൾ എന്നൊക്കെ പറഞ്ഞില്ല, അവിടെ 2.5 മൈലോളം ഉണ്ടെന്ന് എനിക്ക്. അത് മേബി 3 മൈൽസ്, അതാണ് എക്സാക്ട്ലി. ആ സമയത്തൊന്നും ബസ്സും ഇല്ല, പിന്നെ കാറും ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾ നടക്കണം. കൊച്ചു പിള്ളേരാണ്. 7 ഒക്കെ ഞാനിപ്പോൾ ഓർക്കുമായിരുന്നു. 7 വയസ്സുള്ള 7 വയസ്സുള്ളതൊക്കെ പിള്ളേർ എത്രയും നടന്ന് സ്കൂളിൽ കൊണ്ടുവിട്ടാൽ ഞാൻ ഓർക്കുമായിരുന്നു എങ്ങനെ പേരൻസ് വിടാനൊക്കും. പക്ഷെ അവരെന്തോ ചെയ്യാനൊക്കുന്നു, അങ്ങനെ വിട്ടേ വെക്കുന്നു. ആ സ്കൂൾ നിറച്ച് പിള്ളേരും ഉണ്ട്. അന്നത്തെയൊക്കെ ഈ സാറുമാരൊക്കെ ആണെങ്കിലും ഒരു ദയയില്ലാത്തവരാണ്. ചുമ്മാ കൊച്ചു കാര്യത്തിനൊക്കെ തല്ലുമായിരുന്നു. ഇന്നിപ്പം തല്ലുക എന്ന് പറഞ്ഞെന്നാൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ലല്ലോ. അന്നേരം പിന്നെ കൊച്ചു കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു രാമൻ നായർ എന്നും പറഞ്ഞു ഒരു സാറ് വരുന്ന കേൾക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്കെല്ലാം ഈ പേടിയാണ്, ഭയങ്കര പേടിയാണ്. ഈ ചൂരപടിയും കൊണ്ടാണ് വരുന്നത്. ഈ മാപ്പൊക്കെ അങ്ങോട്ട് ഇട്ടേച്ച് ഇങ്ങനെ കാണിച്ചിട്ട് പോയി ഇങ്ങോട്ട് പോവാം, അത് കാണിക്കും, ഇവിടെ എന്നതാണ് ആർക്കറിയാം, ഇതൊന്നും അറിയത്തില്ല. അന്നത്തൊക്കെ എന്ത് ശരിക്കും ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നവരൊന്നും ശരിക്കും പഠിപ്പിക്കാതെ അങ്ങനെയൊക്കെ ആ കാലത്തൊക്കെ സ്കൂളിൽ പോകുന്ന പേടിച്ച് എന്ന് എത്ര അടി കിട്ടും എന്നുള്ള പേടിക്കാണ് സ്കൂളിലൊക്കെ പോകുന്നത്. എനിവേ ആ കാലങ്ങളൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പല ഡ്രോയിങ് മാസ്റ്റർ കളിക്ക് വിടുന്ന അതൊക്കെ പോകാൻ വലിയ സന്തോഷമാണ്. അവിടെയൊക്കെ ഞങ്ങൾ ഈ നടന്നാണ് പോകുന്നത്. നടന്ന് രാവിലെയും വൈകിട്ടും നടക്കണം. അത് അതിനിടയ്ക്ക് ചിലപ്പോൾ തന്നെ പോകേണ്ടി വരും. ഞങ്ങൾ ചേട്ടത്തി അനിയത്തി എന്ന് പറയുന്നത് അതിലും ചെറുതായി കൊച്ചല്ലേ, പിന്നെ അയൽവക്കംകാർ പിള്ളേരൊക്കെ കാണും. എന്നാൽ അവരൊന്നും ഇല്ലാതെ തന്നെ പോകുമ്പോൾ അന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും, പിള്ളേരെ പിടുത്തക്കാരുണ്ടെന്നും പറഞ്ഞു. അയ്യോ പേടിച്ചോടുന്നതൊക്കെ എപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ശകലം താമസിച്ചു പോയി അപ്പച്ചൻ എൻ്റെ ഫാദർ ഓടി ആ വഴിയെ കൂടി എല്ലാം പേടിച്ച് ഞങ്ങളിവിടെയാണെന്നറിയാൻ ഓടി വന്ന് ഞങ്ങളെ പിന്നെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അന്നത്തെ വേറെ 1-2 കാര്യം കൂടെ പറയാനുണ്ട്. ഞാനത് വിട്ടുപോയതാണ്. ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പേരൻസ്, എൻ്റെ മാതാപിതാക്കന്മാർ, ഗ്രാൻഡ് പേരൻസ് അല്ല, എൻ്റെ മാതാപിതാക്കന്മാർ പിന്നെ യാക്കോബ കുടുംബത്തിൽ അവർ ജനിച്ച് വളർന്ന് ആദ്യം നിന്ന് അവർ രക്ഷിക്കപ്പെട്ട് പിന്നെ വിശ്വാസത്തിൽ വന്നവർ ബ്രദർ ഇതിലേക്ക് മാറി. അന്ന് യാക്കോബായിലാണ്, അന്നല്ല ഇന്നും ആണെങ്കിലും യാക്കോബായിലൊക്കെ ഒത്തിരി ആഭരണമൊക്കെ ഇട്ട് വളരെ നടക്കും. ഞങ്ങൾക്കെല്ലാം കൊച്ചിലേ തൊട്ട് ആഭരണവും അതും ഇതുമെല്ലാം ഉണ്ടായിരുന്നു. എനിവേ ഞങ്ങളിങ്ങനെ ഫെയ്ത്തിൽ വന്ന് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ആഭരണങ്ങളൊക്കെ ഊരി, പ്രത്യേകിച്ച് എൻ്റെ അമ്മയൊക്കെ ഊരി. അത് എല്ലാവർക്കും വളരെ വിഷമമായിപ്പോയി. എല്ലാവരും ഞങ്ങളെ അങ്ങ് ഒരു താമയാതി എന്നുള്ള ഇതിൽ കണക്കാക്കുമായിരുന്നു. പിന്നെ സ്കൂളിൽ ചെല്ലുമ്പോഴാണെങ്കിലും ആർക്കും ഞാനും പിന്നെ ഹൈസ്കൂളൊക്കെ ആയപ്പോൾ ഞാൻ സ്നാനപ്പെട്ടു കഴിഞ്ഞ് ഞാനും എൻ്റെ കഴുത്തിലെയും കാതിലെല്ലാം അങ്ങ് ഊരിക്കളഞ്ഞു. അന്നേരം ഈ കൂടെയുള്ള ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ എന്നെ ഒരു വല്ലാത്ത വിധത്തിലായിരുന്നു നോക്കുന്നത്. ഒന്നുമില്ലാത്ത ഒരു പുവർ ഫാമിലിയിൽ നിന്ന് ഒന്നുമില്ലാതെ നടക്കുന്നു ഉണ്ടല്ലോ, ഒരു മാതിരി കളിയാക്കുകയും എടുക്കുകയും പിന്നെ ഒത്തിരി അങ്ങനെ ഒരു പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം എനിക്ക് ഒരു പ്രയാസവുമില്ലായിരുന്നു. ഇതിൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്താലും അതെനിക്ക് നന്മയ്ക്കായിട്ടായി വരത്തുള്ളൂ എന്നുള്ള ആ വലിയ ചിന്ത എനിക്കുണ്ടായിരുന്നു. അതിൽ അങ്ങനെയൊരു പ്രയാസസന്ധികളിൽ കൂടി ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും പറയും ഒരുമാതിരി കളിയാക്കുക. അന്നത്തെ കളിയാക്കിൻ്റെ പേര് പോലും ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. എനിവേ ഹൈസ്കൂളൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടുത്തെ യാത്രയെക്കുറിച്ചാണ് പാട്ട് പറയാം. അന്ന് മുഴുവൻ നടക്കുമായിരുന്നു. ബസ്സൊക്കെ വന്നത് പിന്നെ ലേറ്റ്
ലേറ്റ് 50s ബസ്സൊക്കെ വന്ന് ഞാൻ ആദ്യം ബസ്സിൽ കയറി ഞാൻ ഓർക്കുന്നുണ്ട്. ഈ ബസ്സിൽ കയറിക്കുമ്പോഴത്തേക്ക് ചുറ്റോടി ചുറ്റുമുള്ള ഇങ്ങനെ കറങ്ങി കറങ്ങി പോകുന്നതും എടുക്കുന്നതൊക്കെ. അതായത് രസത്തിനായിട്ട് ഈ ഡ്രൈവർ ഞങ്ങളെ പിള്ളേരെ കയറ്റിക്കൊണ്ട് പോകും. അങ്ങനെയൊക്കെ ബസ്സിൽ കയറുന്നതും എടുക്കുന്നതൊക്കെ. അന്ന് ട്രാൻസ്പോർട്ടേഷൻ വാസ് വെരി വെരി ഡിഫിക്കൾട്ട്. അന്ന് ഇല്ലായിരുന്നു, നടക്കണം എല്ലാം. ഈ കൊച്ചു പിള്ളേരൊക്കെ നടക്കുന്ന ഇപ്പോഴും ഓർത്തിട്ടങ്ങ് പേടി വരും. അപ്പോൾ അതുപോലെയുള്ള നടപ്പായിരുന്നു. അതായിരുന്നു അന്നത്തെ യാത്രാ സൗകര്യം. പിന്നെ കാറൊക്കെ ആക്ച്വലി ആകാൻ തുടങ്ങിയത് ലേറ്റ് 60s പിന്നെ കാറൊക്കെ മിക്കവാറും ഒക്കെ ആകാനും അവിടെ ഇവിടെയൊക്കെ വല്ലവർക്കൊക്കെ ഒരു കാറ് അതിലൊക്കെ പോയി അതിലും രസമായിട്ട് കാറൊക്കെ വഴി കൂടെയൊക്കെ പോയി ആ കാറ് കാണാനായിട്ട് ഓടിപ്പോവും. ഈ കാറ് പോകുന്നതാണ്. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. എനിവേ അതൊക്കെ കഴിഞ്ഞാൽ മിക്കവാറും കാറും ആയി അതുമൊക്കെ ആയി. ആ സമയം ലേറ്റ് 60, 70 ഒക്കെ വന്നപ്പോഴത്തേക്ക് കാറൊക്കെ എല്ലായിടത്തും ഒക്കെ ആയി തുടങ്ങി. പിന്നെ അങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ. ഭാഷകളൊക്കെ വലിയ രസമാണ്. പിന്നെ വായിച്ച് ശരിക്കൊന്ന് പഠിപ്പിക്കുക. ടീച്ചേഴ്സൊക്കെ അവിടെ വന്ന് അതും ഇതുമൊക്കെ പറഞ്ഞു പോയി. ഇംഗ്ലീഷൊക്കെ പഠിപ്പിക്കുന്നത് ഇപ്പം ഞാൻ ഓർക്കും. അവരൊക്കെ എന്തോ ഒരു പൂവർ ടീച്ചിങ്ങാണ്. ആ ടീച്ചിങ് മെത്തേഡൊക്കെ വളരെ പൂവറായിരുന്നു. നമ്മളെ ഓരോന്ന് പഠിപ്പിച്ചിട്ട് ഇവിടെയാണെങ്കിൽ എല്ലാം നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മളെ കാണിക്കും ഇന്നതാ. ഈ ചുമ്മാതെ അന്ന് പുസ്തകം എടുത്തുകൊണ്ട് വായിച്ചിട്ട് പിന്നെ അത് കാണാതെ പഠിക്കണം എന്നതാന്ന് നമ്മൾ നോക്കി നമുക്കൊരു ഇത് നോക്കിക്കൊണ്ട് പഠിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഒന്നില്ലായിരുന്നു. ആ വിധത്തിൽ അവർ പഠിപ്പിച്ചുകൊണ്ടൊക്കെയായിരുന്നു. അതുകൊണ്ട് എഡ്യൂക്കേഷൻ അത്ര നല്ലതായിരുന്നല്ലോ. പിന്നെ ഹാർഡ് വർക്ക് കൊണ്ടൊക്കെയാണ് ജയിച്ചു പോകുന്നത് എനിക്ക് തോന്നുന്നത്. പിന്നെ പഠിച്ചില്ലെങ്കിൽ സാർമാർ തല്ലുകയും ചെയ്യും. ആ പേടി ഓർത്ത് നമ്മൾ പഠിക്കും. ഇന്ന് വാരുന്ന കാണാതെ പഠിക്കും. അങ്ങനെ പഠിച്ചൊക്കെ ആയിരുന്നു അന്നത്തെ പഠിത്തം. പിന്നെ പരീക്ഷയ്ക്കാണെങ്കിൽ ഒരാഴ്ച അവധി തരും. ആ ഒരാഴ്ച കൊണ്ട് നമ്മൾ പഠിക്കേണ്ടതൊക്കെ പഠിക്കും. പിന്നെ ഓരോ വിഷയത്തിന് പ്രയാസമുണ്ട്. അതിനൊക്കെ ട്യൂഷന് ചില സ്ഥലങ്ങളിലൊക്കെ പൈസ ഉള്ളവർ എന്നൊക്കെ ഒരുവിധം സൗകര്യമുള്ളവരൊക്കെ ട്യൂഷനൊക്കെ പിള്ളേരെ വിടും പഠിക്കാൻ വിഷമമുള്ള സബ്ജക്റ്റിന്. പിന്നെ അല്ലാത്തതൊക്കെ പഠിക്കുക, പിന്നെ തോക്കുക, പിന്നെ പഠിക്കുക. അങ്ങനെയൊക്കെ ആയിരുന്നു കാലങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. എനിവേ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊക്കെ എല്ലാം ഹൈസ്കൂളൊക്കെ കഴിഞ്ഞ് ഉള്ള അടുത്ത ചരിത്രത്തിലേക്ക് കടക്കാൻ പോവുക.